നമസ്കാരം. മദർ യൂണിവേഴ്സിറ്റിയിലേക്ക് സ്വാഗതം. നമുക്ക് നോക്കാം 2026 എനർജി നോക്കാം. നിങ്ങൾ ഉപേക്ഷിക്കേണ്ടതായിട്ടുള്ള ചില സ്വഭാവങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ഏറ്റവും കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനും റിലേഷനെ നല്ലതായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും നിങ്ങൾ ഉപേക്ഷിക്കേണ്ടതായിട്ടുള്ള സ്വഭാവം എന്താണ്? ഫസ്റ്റ് കാർഡാണ്. നിങ്ങൾ പ്രാർത്ഥിച്ച് നിങ്ങളുടെ എനർജിയെ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ എനർജി കാർഡ്സിന് നൽകുക. ഫസ്റ്റ് കാർഡ് സൂചിപ്പിക്കുന്നു നിങ്ങൾക്ക് ഒരുപാട് കഴിവുകളുണ്ട്. ആ കഴിവുകൾ മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തെ ബന്ധിക്കാതിരിക്കുക, അല്ലെങ്കിൽ അവരുടെ അടുത്ത് ഇന്ന കാര്യം ചെയ്യരുത്, അങ്ങനെ ചെയ്യരുത് എന്ന് ഉപദേശിക്കുന്നത് ഒരുപക്ഷെ അവർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. നമ്മൾ ഉപദേശിക്കേണ്ടത് കുഞ്ഞു പ്രായത്തിലുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ നമുക്ക് ഉപദേശിക്കാം. പക്ഷേ നമ്മുടെ അടുത്ത് ഒരാൾ എനിക്ക് രക്ഷപ്പെടണം, ഞാൻ എന്താ ചെയ്യേണ്ടത്, ഈ സ്വഭാവത്തിൽ നിന്ന് എനിക്ക് മാറണം, ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് നമ്മളോട് ഒരാൾ റിക്വസ്റ്റ് ചെയ്യാതെ നമ്മൾ അങ്ങോട്ടായിട്ട് അവർക്ക് ഫ്രീ ആയിട്ട് അഡ്വൈസ് കൊടുത്തു കഴിഞ്ഞാൽ അതിന് വാല്യൂ കാണില്ല. അപ്പോൾ അതുകൊണ്ട് യൂണിവേഴ്സ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ അറിവുകളും ബോധങ്ങളും നിങ്ങളോട് ചോദിക്കുന്ന വ്യക്തികൾക്ക് മാത്രം കൊടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, 2026 ലക്ഷ്യത്തിൽ എത്തിച്ചേരുവാൻ പ്രപഞ്ചം നൽകുന്ന രഹസ്യ ഉപദേശം എന്താണ്? ഈ സമയവും കടന്നു പോകും എന്നുള്ളത് മാത്രമാണ് പ്രപഞ്ചം നിങ്ങളോട് പറയുന്ന ഒരു ഉപദേശം. നിങ്ങളിപ്പോൾ ഫേസ് ചെയ്യുന്നതായിട്ടുള്ള എന്ത് തന്നെയാണെങ്കിലും അത് സ്ഥിരതയായിട്ട് നിങ്ങളുടെ ലൈഫിൽ വന്ന് നിൽക്കില്ല. അതിലൊരു മാറ്റം തീർച്ചയായിട്ടും ഉണ്ടാകും. ഇതിനിടയ്ക്ക് വന്നിട്ടുള്ള നല്ല കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കത്തില്ല. ഈ 2025 നിങ്ങൾക്ക് എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ കൂടുതലും ചിന്തിക്കുന്നത് നെഗറ്റീവ്. ഈ 2025 ഇങ്ങനെ ആയിരുന്നു, ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ അതിലുള്ള നല്ല കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യാത്തത് കൊണ്ടാണ് നമ്മൾ ചിന്തിക്കുന്നത് കുറേ വർഷമായിട്ട് ഈ ഗതി പിടിക്കാത്ത അവസ്ഥ തന്നെ എന്ന് പറയുന്ന ഒരു വ്യക്തി നമുക്ക് വന്നിരിക്കുന്ന നല്ല കാര്യങ്ങളിൽ ഒന്നും ചിന്തിക്കുന്നില്ല. എത്രയോ ആക്സിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട്. ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടി, എൻ്റെ വണ്ടിയുടെ കാര്യമാണ് പറയുന്നത്, ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിയുടെ ഏകദേശം ഒരു 40-50 സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വണ്ടിയുടെ ഹാൻഡിൽ തട്ടുമ്പോഴത്തേക്കും ഉള്ള ബാലൻസ് നഷ്ടപ്പെട്ട് ഏത് അവസ്ഥയിൽ പോയി വീഴും എന്നുള്ളത് ചിന്തിക്കാം. പക്ഷേ അങ്ങനെ ഒരു ഇതും വരാതെ ബാലൻസ് ചെയ്ത് തറയെ വീഴാതെ നമ്മൾ കൈ വെട്ടിച്ച് കുറച്ച് ദൂരം അങ്ങനെ പോയിട്ട് അത് ബാലൻസ് ചെയ്ത് നിന്നു. അപ്പോൾ അതൊരു വലിയ കാര്യമാണ്. 2025 എൻ്റെ ജീവൻ തിരിച്ചു കിട്ടി എന്നുള്ളത് തന്നെ ഏറ്റവും വലിയ കാര്യം. ഇതുപോലെ പലരുടെയും ലൈഫിൽ ഓരോരോ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ആ ഒരു വലിയ കാര്യങ്ങളെ നമ്മൾ മനസ്സിലാക്കാതെ നമ്മളിൽ വന്നിരിക്കുന്ന വേദനകളിൽ മാത്രം നോക്കുമ്പോൾ നമ്മുടെ ചിന്ത എന്താണ്? ഇതിലൊരു മാറ്റവുമില്ല, എൻ്റെ ജീവിതം ഇങ്ങനെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ യൂണിവേഴ്സ് പറയുന്ന ഉള്ളതിനോട് ഗ്രാറ്റിറ്റ്യൂഡ് പറയുക, ഈ സമയവും കടന്നു പോകും എന്നുള്ള ആ ഒരു ഉപദേശം മാത്രമാണുള്ളത്. ഇതിലെ കുറ്റങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യാതെ നല്ല കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്ത് നോക്കുക. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. പ്രപഞ്ചം നമുക്ക് നൽകുന്ന രഹസ്യ ഉപദേശം എന്താണ്? ഈ സമയവും കടന്നു പോകും. ഓക്കെ, അടുത്ത് നമുക്ക് നോക്കാം. 2026 നിങ്ങൾ ആഗ്രഹിക്കുന്ന സാമ്പത്തിക മുന്നേറ്റം നടക്കുമോ? തീർച്ചയായിട്ടും നിങ്ങളുടെ സാമ്പത്തിക മുന്നേറ്റം നടക്കും. ഇത് സ്റ്റാറിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ എന്താണോ അഫർമേഷൻ ചെയ്യുന്നത്, നിങ്ങൾക്ക് ദാരിദ്ര്യമാണ് അഫർമേഷൻ ചെയ്യുന്നെങ്കിൽ അതായിരിക്കും വന്നു ചേരുന്നത്. എപ്പോഴും നമ്മളെ ഒന്ന് പിറകിലോട്ടൊന്ന് വലിച്ചിട്ട് വീണ്ടും വിടും, ഒന്ന് പിറകിലോട്ട് വലിച്ചിട്ട് മുന്നോട്ട് വിടും. അങ്ങനെ വിട്ടെങ്കിൽ മാത്രമേ ഉയരത്തിൽ പോകാൻ സാധിക്കുകയുള്ളൂ. പട്ടത്തെ നമ്മൾ ചുമ്മാ അയച്ചു വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് തലയും കുത്തി താഴെ വീഴും, അല്ലേ? പക്ഷേ ഒരു പ്രാവശ്യം നമ്മൾ പിറകോട്ടൊന്ന് വലിക്കുക, ആ വലിക്കുന്നതിൻ്റെ സ്പീഡിൽ വീണ്ടും മുന്നോട്ട് പോകുക, അങ്ങനെയാണ് പോകുന്നത്. ജീവിതത്തിൽ അങ്ങനെ തന്നെയാണ് നമ്മൾ സർവ്വതും നേടിയെടുത്തിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ കാല ജീവിതങ്ങളൊക്കെ എടുത്ത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും എത്രത്തോളം വേദന ഉണ്ടായിരുന്നു, അതിനെ എങ്ങനെ അതിജീവിച്ചു, പല സ്ട്രഗിൾ സിറ്റുവേഷനിൽ നിന്ന് നമുക്ക് ഉയർത്തെഴുന്നേൽക്കാൻ കഴിഞ്ഞു എന്നുള്ളതൊക്കെ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കും. ഇത് ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നെങ്കിൽ മാത്രം എടുക്കുക, ഇല്ലെങ്കിൽ വിട്ടുകളയുക. പേഴ്സണൽ റീഡിംഗ് എടുക്കുവാനോ ടാരോ കാർഡ് പഠിക്കുവാനോ ആഗ്രഹിക്കുന്നെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. താങ്ക്